പോലീസ് എങ്ങനെയാണ് ആ ഡീറ്റെയിൽസിനെ വെളിപ്പെടുത്തലുകളെ കാണുന്നത്? അതായത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് സെക്ഷൻ 27, അത് കൺസംഷൻ ഓഫ് ആൽക്കഹോൾ ആണ്. അതായത് ആൽക്കഹോൾ ഉപയോഗം നടന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ താരം അവിടെ തന്നെ നിൽക്കുമായിരുന്നു. ഇത് ഉപയോഗിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് താരം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും പിന്നീട് അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്കും പോവുകയും ചെയ്തിട്ടുള്ളത് എന്നതാണ് പോലീസിന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലഹരി സജീവമായുള്ള ബന്ധത്തെക്കുറിച്ച് കൂടി പറയുന്നുണ്ടല്ലോ. സജീവമായി പരിചയമുണ്ട്, സജീവമായുള്ള സാമ്പത്തിക ഇടപാട് കണ്ടെത്തിയിരിക്കുന്നു. അതായത് ഈ ജിപേ ഉൾപ്പെടെയുള്ള ബാങ്കിങ് ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിച്ച ശേഷമാണോ ഈ ഡാൻസ് ഓഫിന്റെ പരിശോധനാ ദിവസം ഏകദേശം 20,000 രൂപയുടെ ഇടപാട് നടന്നു എന്ന് പറയപ്പെടുന്നു. അത് തെളിയിക്കാനായിട്ടുണ്ട് പോലീസിന്, അല്ലേ? അതായത് സജീറുമായുള്ള ബന്ധം പോലീസിന് നേരത്തെ സംശയമുണ്ടായിരുന്നു. അക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചില കൂടുതൽ വിവരങ്ങൾ കൂടി പോലീസിന് ലഭ്യമായിട്ടുണ്ട്. സാമ്പത്തിക ഇടപാട് നടത്തി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഡാൻസ് ഓഫിന്റെ പരിശോധനാ ദിവസം ഇടപാട് നടന്നു, 20,000 രൂപയുടെ ഇടപാട് നടന്നു എന്ന വിവരങ്ങൾ കൂടി പോലീസിന് മുന്നിലേക്ക് എത്തുകയാണ്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ മൊഴിയുടെ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ സംബന്ധിച്ച വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും തന്നെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടേ ആക്കിയിരുന്നതാണ്. അത് അച്ഛനിടപെട്ടാണ് ആക്കിയത്, കൂത്താട്ടുകുളത്താണ് ആക്കിയിരുന്നത്. അതിനുശേഷം താൻ 12 ദിവസങ്ങൾക്കിപ്പുറം അവിടെ നിന്ന് പോന്നു തുടങ്ങിയ കാര്യങ്ങൾ അടക്കം ഇപ്പോൾ പോലീസിനോട് ഷൈൻ ടോം ചാക്കോ സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിശദാംശങ്ങൾ പോലീസിന് മുന്നിൽ ഈ ഡാൻസ് ഓഫിന്റെ പരിശോധന ദിവസം താൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് എന്തായാലും ഇനി ഇപ്പോൾ പരിശോധനാ ഫലം അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായകമാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ മൊഴി പ്രകാരമാണെങ്കിൽ അത് എങ്ങനെയാണ് പോലീസ് എടുത്തിരിക്കുന്നത്? പോലീസ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ലഹരി ഉപയോഗം നടന്നിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ആ കൃത്യമായിട്ടുള്ള സംശയം, റീസണബിൾ ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് പോലീസ് ഇപ്പോൾ ആ ശാസ്ത്രീയ പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹെയർ, മുടി, അതോടൊപ്പം തന്നെ നഖം, കൂടാതെ ബോഡി ഫ്ലൂയിഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കും. അങ്ങനെ ഇത് ലഹരി ഉപയോഗം നടന്നിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ അന്ന് നടന്നിട്ടില്ല അല്ലെങ്കിൽ അതിനു മുൻപ് നടന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിൽ ഡിറ്റക്ട് ചെയ്യും. അങ്ങനെ ഡിറ്റക്ട് ചെയ്താൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസായി തന്നെ മാറുകയും ചെയ്യും. എന്തായാലും ഈ കൺസംഷൻ ഓഫ് ആൽക്കഹോൾ ഒഫൻസ് ആണെങ്കിലും അതിൻ്റെ ഗ്രാവിറ്റി ആ നിലയ്ക്ക്, അതിൽ പൊസഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഡ്രഗ് വിതരണം ചെയ്യുന്നവരെ അടക്കം, അതിൻ്റെ കൈവശം വയ്ക്കുന്നവരെ അടക്കം, ക്വാണ്ടിറ്റി അടക്കം ഇത്തരം കേസുകളിൽ, NDPS കേസുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങളിലേക്ക് പോലീസ് സംഘം കടക്കുന്നത്. ശരി, വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് രാഗിൻ പങ്കുവച്ചിരിക്കുന്നത്. അതായത് ഈ ചോദ്യം ചെയ്യലിൽ 3.5 മണിക്കൂറിലേറെ ചെയ്ത ചോദ്യം ചെയ്യലിൽ സമ്മതിച്ച കാര്യങ്ങൾ, അവിടെയാണ് ലഹരി ഉപയോഗിക്കാറുണ്ട് എന്ന് പോലീസിനോട് നടൻ ഷൈൻ ടോം ചാക്കോ സമ്മതിച്ചിരിക്കുന്നത്. മെത്താംഫെറ്റമിനും കഞ്ചാവും താൻ ഉപയോഗിക്കാറുണ്ട്, എന്നാൽ പോലീസ് പരിശോധനയ്ക്ക് എത്തിയ ദിവസം ലഹരി ഉപയോഗിച്ചിരുന്നില്ല. അതായത് ഹോട്ടലിൽ ഡാൻസ് ഓഫ് സംഘം എത്തുമ്പോൾ ആ ദിവസം താൻ ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്ന് ഉള്ള ആ മൊഴി, അത് എപ്രകാരമായിരിക്കാം പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാവുക എന്നുള്ളത് ഈ റിസൾട്ട് വരുമ്പോഴായിരിക്കും. അപ്പോൾ മാത്രമേ ഇതിൻ്റെ കൃത്യത വരാൻ കഴിയുള്ളൂ. ഇപ്പോൾ നൽകിയ മൊഴി പ്രകാരമുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ പോലീസ് പരിശോധനയ്ക്ക് എത്തിയ ദിവസം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷൈൻ ടോം ചാക്കോ ആ സന്ദർഭത്തെ വിവരിക്കുന്നത്. ലഹരി ഉപയോഗിച്ചിരുന്നില്ല, ലഹരി ഉപയോഗം കൂടിയപ്പോൾ മുൻപ് ഡി അഡിക്ഷൻ സെന്ററിൽ തന്നെ പ്രവേശിപ്പിച്ചിരുന്നു, എന്നാൽ ദിവസങ്ങൾക്കിപ്പുറം അവിടെ നിന്നും പോരുകയായിരുന്നുവെന്നും മൊഴി നൽകുകയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ. നേരത്തെ നടന്ന ചോദ്യം ചെയ്യലിൽ ഷൈൻ ടോം ചാക്കോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സജീറുമായി പരിചയമുണ്ട്, അവിടെ മറ്റൊരാളുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിരുന്നു. ആ ലഹരി വിൽപ്പന നടത്തുന്ന ആളായിരുന്നോ എന്ന തരത്തിലേക്ക് സൂചനകൾ വരുന്ന ഒരു മറുപടി നൽകുന്നു. ആ മറുപടി സ്ഥിരീകരിച്ചത് ഇങ്ങനെയാണ്, സജീറുമായി പരിചയമുണ്ട്. അപ്പോൾ സജീറുമായുള്ള സാമ്പത്തിക ഇടപാട് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയും വരുന്നു. അതായത് ഡാൻസ് ഓഫ് സംഘം ഈ ഹോട്ടലിൽ പരിശോധന നടത്തിയ ദിവസം നടന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ 20,000 രൂപയുടേതാണ്. 20,000 രൂപ മാറ്റി നൽകിയിട്ടുണ്ട്. അത് നേരത്തെ ഗൂഗിൾ പേ ഉൾപ്പെടെ ബാങ്ക് ഡീറ്റെയിൽസ് പരിശോധിച്ച ശേഷമായിരിക്കണം പോലീസ് അങ്ങനെ ഒരു കണ്ടെത്തലിലേക്ക് പോയിരിക്കുന്നത്. 20,000 രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ട് ഡാൻസ് ഓഫിന്റെ പരിശോധനാ ദിവസം എന്നുള്ളതാണ്. അപ്പോൾ ആ 20,000 രൂപ എന്തിനാണ്? ലഹരി വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നോ? അങ്ങനെയെങ്കിൽ ഈ സജീറുമായിട്ടുള്ള ബന്ധം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 29ാം സെക്ഷൻ NDPS ആക്ടുമായി ബന്ധപ്പെട്ട് ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വഴിവെക്കുന്ന തരത്തിലേക്ക് ഈ തെളിവുകൾ പോകുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ വളരെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ഷൈനെ ആൻറ്റി ഡോപ്പിംഗ് ടെസ്റ്റിന് വിധേയനാക്കാൻ പോകുന്നു. ആൻറ്റി ഡോപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ രക്തത്തിലെ ഈ ശരീരസ്രവവുമായി ബന്ധപ്പെട്ട്
ലഹരിയുടെ തന്നെ ഉപയോഗം നടന്നിട്ടുണ്ടോ അത് ശ്രമം പരിശോധിക്കും. യൂറിൻ ഈ പരിശോധനയുടെ ഭാഗമായി ശേഖരിക്കും. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് ഈ ടെസ്റ്റ്. കായിക താരങ്ങൾക്കൊക്കെ നമുക്കറിയാമല്ലോ, ഈ കായിക താരങ്ങൾക്കൊക്കെ ഈ ദേശീയ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് അന്തർദേശീയ മത്സരങ്ങളിലൊക്കെ പോകുന്ന താരങ്ങൾക്ക് നടത്തുന്ന ഒരു ഡോപ്പിംഗ് ടെസ്റ്റ്, ആൻറ്റി ഡോപ്പിംഗ് ടെസ്റ്റ് ആണിത്. അപ്പോൾ ശരീരത്തിൽ മറ്റു ഉത്തേജക മരുന്നോ അല്ലെങ്കിൽ ലഹരി ഉപയോഗം നടന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ യൂറിൻ ശേഖരിക്കുമ്പോൾ അത് പരിശോധിക്കുമ്പോഴൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ടെസ്റ്റാണ് ഇത്. രക്തം ശേഖരിക്കും, ഒപ്പം തന്നെ യൂറിൻ, മറ്റ് ശരീരസ്രവങ്ങൾ, വിയർപ്പടക്കമുള്ള ശരീരത്തിൻ്റെ ഭാഗമായിട്ടുള്ള വസ്തുക്കളൊക്കെ തന്നെ ശേഖരിച്ച ശേഷം നടത്തുന്ന ഒരു പരിശോധനയാണ്. ആ പരിശോധനയിൽ ഇത്ര ദിവസത്തിനുള്ളിൽ വിദഗ്ധർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഏകദേശം 1 മാസം വരെ ഈ വിയർപ്പിൽ നിന്നൊക്കെ ലഹരി ഉപയോഗം നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ ലഹരി ഉപയോഗത്തിന് ശേഷം മറ്റ് രാസവസ്തുക്കളോ മറ്റോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റിയിൽ ചില ഇററുകൾ കാണിക്കാം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ കേസിൽ അത് എത്രത്തോളം നിർണായകമാകുമെന്ന് നമുക്ക് കാത്തിരിക്കാം. ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ വൈദ്യപരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 50 മിനിറ്റ് എടുത്തേക്കാമെന്നാണ് നേരത്തെ അവിടെ നിന്നും പ്രദീപ് ജോസഫ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ആ സമയത്തോട് അടുത്തുകൊണ്ടേയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അക്കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം. പരിശോധന നടപടികൾ പൂർത്തിയാകാനാണ് സാധ്യത.